കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ കൂടി ചേർന്നു. സുധീഷ്, കൊല്ലപ്പെട്ട രാമചന്ദ്രൻ അദ്ദേഹം സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പല പ്രേക്ഷകരും നമുക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കവിയൂർ സി ഹരികൃഷ്ണൻ പറയുന്നത് കാശ്മീരിൽ ഭീകരർ കൊല ചെയ്ത രാമചന്ദ്രൻ 1977 മുതൽ ഇടപ്പള്ളിയിലെ സ്വയംസേവകൻ, ഒരു കാലത്ത് ദേവംകുളങ്ങര ശാഖ മുഖ്യശിക്ഷകായിരുന്നു. നേരത്തെ പറഞ്ഞതാണ്, സുധീഷ് പറഞ്ഞതാണ്, അദ്ദേഹം അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബനാഥനായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം തിങ്കളാഴ്ചയാണ് കുടുംബസമേതം ജമ്മു കാശ്മീരിലേക്ക് യാത്രയായത്. നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം. കാശ്മീരിൽ നിന്നുള്ള ചിത്രങ്ങളായിരിക്കാം, അദ്ദേഹം വാട്സപ്പിലൊക്കെ പങ്കുവച്ച ചിത്രങ്ങളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. കുടുംബസമേതം അദ്ദേഹം യാത്രയാകുന്നു. മകളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ചാണ് രാമചന്ദ്രനെ ആ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ അവരുടെ ബന്ധുക്കൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം ഒക്കെ അവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് സുധീഷ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ആ വീട്ടിൽ നിന്നും, രാമചന്ദ്രൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്താണ് സുധീഷ്? വിനോദ്, നമുക്ക് ഏറ്റവും പ്രധാനമായി അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചയോടെ മകൻ അവിടേക്ക് എത്തും. ബാംഗ്ലൂരിലാണുള്ളത്. ഇന്നലെ അവിടേക്ക് യാത്ര ചെയ്യുന്നതിന് അസൗകര്യങ്ങളുണ്ടായിരുന്നു ഈ സുരക്ഷാ നിയന്ത്രണങ്ങളുടെ പേരിൽ. അതുകൊണ്ട് ഇന്ന് അവിടേക്ക് പുറപ്പെടും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. മകൻ കൂടി എത്തിയ ശേഷമായിരിക്കും മറ്റ് മേൽനടപടികൾ ഉണ്ടാകുക എന്ന് ഇന്നലെ അറിയിപ്പ് കിട്ടിയതായാണ് ബന്ധുക്കൾ പങ്കുവച്ച വിവരം. ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം അവിടെ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യമാണ് ഇത്. എന്തുതന്നെയാലും തിങ്കളാഴ്ചയാണ് ഭാര്യയ്ക്കും മകൾക്കും, മകളുടെ 2 കുട്ടികൾ, അത് ഇരട്ടക്കുട്ടികളാണ്, ആ കുട്ടികൾക്കുമൊപ്പം രാമചന്ദ്രൻ കാശ്മീരിലേക്ക് പോകുന്നത്. അത് ഹൈദരാബാദ് വഴിയായിരുന്നു വിമാനമാർഗം കാശ്മീരിലെത്തിയത്. അതിനുശേഷം ഇന്നലെ കുതിരസവാരിക്കും മറ്റുമായി ഇറങ്ങുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാവുന്നത്. ഭാര്യ ഷീല കാറിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഭീകരർ എത്തുകയും രാമചന്ദ്രന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആദ്യം പേര് ചോദിച്ചിരുന്നു. പേര് കേട്ടതിന് തൊട്ട് പിന്നാലെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞപ്പോൾ താൻ ഒരു മുസ്ലിം അല്ല എന്ന കാര്യം വെളിപ്പെടുത്തിയ തൊട്ട് പിന്നാലെ വെടിയുതിർത്തു എന്നതാണ് മകൾ പറയുന്നത്. അതിനുശേഷം മകൾക്ക് നേരെയും തോക്ക് ചൂണ്ടിയെങ്കിലും കുട്ടികൾ വല്ലാതെ കരഞ്ഞതോടെ ഇയാളുടെ ശ്രദ്ധ മാറുകയും ഇവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് അറിയുന്നത്. ഓടി സമീപത്തുള്ള ഒരു ഹോട്ടലിൽ അഭയം തേടുകയായിരുന്നു. അതിനുശേഷം സൈനികരും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടെ എത്തി. അതിനുശേഷമാണ് അവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറിയത് എന്നതാണ്. അതുവരെയും വളരെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു എന്നതാണ് ബന്ധുക്കളോടും മറ്റും മകൾ വെളിപ്പെടുത്തിയത്. എന്തുതന്നെയായാലും ഈ അവധിക്കാലം ആസ്വദിക്കാനായി പോയതായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മകൾ നാട്ടിലെത്തിയത്. മകൾ എത്തിയതിന് തൊട്ട് പിന്നാലെ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്ത് പോവുകയായിരുന്നു. അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ സജീവമായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. NSSൻ്റെ ആയാലും ദേവംകുളങ്ങര ക്ഷേത്ര കാര്യങ്ങളിലായാലും എല്ലാം സജീവമായി ഇടപെടുന്ന ആളാണ്. റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നേരത്തെ 92-ൽ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച, BJPയിൽ നിന്നും മത്സരിച്ച വ്യക്തി കൂടിയാണ്. സംഘപ്രവർത്തകനാണ്. ഇന്നലെ തന്നെ അവരുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞത് ദേശീയതയിൽ വിശ്വാസം അർപ്പിച്ച ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഭീകരർ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ ഒരു കൂസലുമില്ലാതെയാണ് അദ്ദേഹം നിന്നത് എന്നത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ക്രൂരമായി വെടിയേറ്റ് മരിക്കേണ്ടി വന്നതും. എന്തുതന്നെയായാലും ഇനിയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, അത് മകൻ കൂടി അവിടെ എത്തിയതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലുള്ള തുടർ നടപടികൾ ഉണ്ടാവൂ എന്നാണ്. ശ്രീനഗറിലേക്ക് ചെല്ലാനാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. തിങ്കളാഴ്ച രാവിലെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. ഇവിടുന്നും യാത്ര തിരിക്കുമ്പോഴും അയൽവാസികളോടൊക്കെ തന്നെ വളരെ സന്തോഷകരമായി സംസാരിച്ചു പോയതായിരുന്നു. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൃദയാഘാതം കഴിഞ്ഞ് ശസ്ത്രക്രിയ അടക്കം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഭാര്യയെ ഇതുവരെയും ഈ മരണവിവരം അറിയിച്ചിട്ടില്ല എന്നതാണ് ബന്ധുക്കൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് മകൻ കൂടി എത്തിയതിന് ശേഷം മരണവിവരം അറിയിച്ചാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇനിയും ഇവിടെ ഇന്ന് ജില്ലാ കളക്ടർ അടക്കം ഇവരുടെ ബന്ധുക്കളുമായും മറ്റും ആശയവിനിമയം നടത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം കൂടി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടാവും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. അത് എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ചും ഒരു സ്ഥിരീകരണം ഇവിടെ ആർക്കും ലഭിച്ചിട്ടില്ല. വിനോദ്, തീർച്ചയായും
രാമചന്ദ്രൻ്റെ മകൻ ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെടുന്നു എന്നുള്ള വാർത്തയും ഈ അവസരത്തിൽ നമുക്കൊപ്പം സുധീഷ് പങ്കുവെക്കുന്നു. സുധീഷ്, കുടുംബസമേതം ആണ് അദ്ദേഹം യാത്രയായത്. ആ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, കാശ്മീരിലുള്ളവർ ഒക്കെ തന്നെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞാലും അവരുടെ മാനസികാവസ്ഥ, അവർക്കുണ്ടായ തീരാ നഷ്ടം, അവരുടെ കൺമുന്നിൽ വെച്ച് അവരുടെ ഗൃഹനാഥൻ, അവരുടെ വീട്ടിലെ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ അച്ഛൻ, ചെറുമക്കളുടെ മുത്തച്ഛൻ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം. രാമേന്ദ്രൻ മാത്രമല്ല, അങ്ങനെ നമ്മുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 27 പേർ, അതിൽ 2 വിദേശികളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിൽ എത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങുമെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ആ വീട്ടിലേക്ക് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ആലോചനകളും അല്ലെങ്കിൽ അതിന്മേലുള്ള നടപടികളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ സുധീഷ്? നമുക്കറിയാൻ കഴിയുന്നത് അവിടെ നിന്നും ശ്രീനഗറിൽ നിന്നുള്ള ഒരു അറിയിപ്പ് കിട്ടി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി തന്നെ വാർഡ് കൗൺസിലർ അടക്കമുള്ള BJPയുടെ നേതാക്കളടക്കമുള്ളവരൊക്കെ, കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ അടുത്ത ബന്ധുക്കൾ ഇന്നലെ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വൈകി 12 മണിക്ക് ശേഷമാണ് അവർ എത്തിയത്. അവർ പിന്നീട് മടങ്ങുകയും ചെയ്തു. തൃപ്പൂണിത്തുറയുള്ള ഷീല എന്ന രാമേന്ദ്രൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് ആദ്യം മകൾ ഫോണിൽ ഈ വിവരം ധരിപ്പിച്ചത്. ഇവിടെ അടുത്തും ബന്ധുക്കളുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ തൃപ്പൂണിത്തുറയും മറ്റുമാണ് താമസിക്കുന്നത്. ഒരു അമ്മാവൻ ഇവിടെ സമീപത്ത് ഉണ്ട്. അവരെ ഒക്കെ ഈ വന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ അവരുമായൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മറ്റ് സർക്കാർ പ്രതിനിധികളായ ആരെങ്കിലും എത്തിച്ചേരുമോ എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. എന്തുതന്നെയായാലും കുട്ടികളുടെ, ഈ ചെറുമക്കളുടെ കൂടി മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ രാമചന്ദ്രനെ വധിക്കുന്നത്. അതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെയും കുട്ടികളിലും മകൾക്കും ഒന്നും വിട്ടുമാറിയിട്ടില്ല. ഈ സമയത്ത് ഭാര്യ കാറിലായിരുന്നതുകൊണ്ട് അവർ ഇത് കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തുതന്നെയായാലും ഈ നാടിനെയാകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നലെ വൈകിട്ട് ആദ്യം ഇത്തരം ചില വാർത്തകൾ വരുമ്പോഴും അതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും വിനോദ്.